ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ മുതുകാട് സാറ് തട്ടിപ്പ് വീരനാണെന്നും നന്മമരം ചമയെന്നാണെന്നും ഭിന്നശേഷി കുട്ടികളുടെ വീഡിയോ എടുത്ത് പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നു, അങ്ങനെ കുറെ ആരോപണങ്ങൾ ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ മറുനാടന്റെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഈ ഭിന്നശേഷി കുട്ടികളുടെ ഈ പ്രസ്ഥാനം തുടങ്ങിയ കാലം തൊട്ട് മുഹമ്മദ് അഷീൽ എന്ന് പറഞ്ഞ ഒരാള് ഈ തുടക്കകാലം തൊട്ട് മുതുകാട് സാറിന്റെ കൂടെയുണ്ട്. ആ മുഹമ്മദ് അഷീൽ എന്ന് പറഞ്ഞ ആരാന്ന് ചോദിച്ചാൽ മുൻ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഡയറക്ടറാണ്, പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രതിനിധിയാണ്, പിന്നെ സാമൂഹ്യ പ്രവർത്തകനാണ്. അതിലെല്ലാം ഉപരി ഈ മുതുകാട് സാറിന്റെ ഈ പ്രസ്ഥാനം തുടങ്ങിയ കാലം തൊട്ട് പുള്ളിയുടെ കൂടെയുള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെ തുടങ്ങി, എന്തൊരു അവസ്ഥയെ തുടങ്ങി, ഇതിപ്പോ എങ്ങനെയൊക്കെയാണ്, ഇതിപ്പോ എവിടേക്ക് എത്തി നിൽക്കുന്നു. അപ്പൊ ഇപ്പൊ ഉണ്ടായ ഈ ആരോപണങ്ങൾക്കുള്ള ഒരു കുറെ മറുപടി എല്ലായിട്ട് പുള്ളിയുടെ ഒരു വോയിസ് മറുനാടന്റെ ചാനലിലുണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ പറയുന്നുണ്ട് ഇത് എന്താണ് സത്യം എന്ന് നമുക്കറിയില്ല. അപ്പൊ സത്യം അറിയാനുള്ള ഒരു ജിജ്ഞാസ എല്ലാവരുടെയും ഉള്ളിൽ കാണും. അപ്പൊ പുള്ളിയുടെ ഒപ്പം നിന്ന ഒരാളെന്നുള്ള രീതിക്ക് ഇതിനെല്ലാം ഇത് കെട്ടിപ്പടുത്തിക്കൊണ്ട് വരുന്നതിനെല്ലാം ഒപ്പം നിന്ന ഒരാളാണ് ഈ മുഹമ്മദ് അഷീൽ. പുള്ളിയുടെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഡോക്ടർ മുഹമ്മദ് അഷീൽ. ഞാൻ മുമ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. പിന്നെ ഇപ്പം WHO വർക്കാണ്. അറിയാത്തവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാം. ഇവിടെ ഞാൻ കാസർഗോഡ് എൻഡോസൾഫാൻ മേഖലയിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അന്നേരം അവിടെ ഈ മനോരമയുടെ ഒരു പ്രോഗ്രാമായിട്ട് 2014-15 കാലഘട്ടത്തിൽ ഒരു എന്താ ഒരു പേരെന്തായിരുന്നു, നേരേക്കാണ് ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ഭിന്നശേഷി മേഖലകത്ത് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു അവിടെ ഈ എൻഡോസൾഫാൻ മേഖലക്കകത്ത് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് എൻഡോസൾഫാൻ നമ്മളെ അവിടുത്തെ എൻഡോസൾഫാൻ കമ്മിറ്റി ഉണ്ട്, അതായത് കളക്ടർ നേതൃത്വ കമ്മിറ്റി ഉണ്ട്. അവിടെ ഞാൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറായിരുന്നു ആ സമയത്ത്. അതായത് ഹെൽത്തിന്റെ കാര്യങ്ങൾ ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോ അതില് ഒരു ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി അവിടുത്തെ ഇതാക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടും റീഹാബിലിറ്റേഷൻ വില്ലേജ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രദർശനം നടത്താൻ വേണ്ടിയിട്ട് ഈ ഗോപിനാഥ് ബുദ്ഗാഡിന്റെ അന്ന് നമുക്ക് അന്നൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അറിയുന്ന ഗോപിനാഥ് ബുദ്ഗാഡിനെ പരിപാടിക്കും അദ്ദേഹത്തെ ക്ഷണിക്കാം. അപ്പം അദ്ദേഹം നല്ല താല്പര്യം കൊണ്ട് തന്നെ വന്നു. മറ്റേ ഇതിന്റെ എന്താ പറയാ, ലിറ്ററലി സ്പീക്കിംഗ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അവിടെ ഇത് ചെയ്തത്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലാഭം മൊത്തം ഇതിന് കിട്ടുന്ന രീതിയിലായി. പക്ഷെ അവിടെ വന്ന് പ്രദർശിപ്പിച്ചതിന് ശേഷം പിന്നീടുള്ള കുറച്ചുള്ള ഇന്ററാക്ഷൻസിന്റെ അകത്തൊക്കെ കുറെ അധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് വളരെയധികം അവിടെ ആ ഒരു മേഖലയായിട്ട് ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരു മാനസിക ഇതുണ്ടായി. അതിനെ തുടർന്നാണ് 2016 വരുന്ന സമയത്ത് ഈ ഞാൻ സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ സമയത്ത് ഒരു ദിവസം മഹേഷും ഗോപിനാഥ് ബുദ്ധാർസും കൂടിയിട്ട് ഇങ്ങനൊരു ആശയം, അതായത് ഈ ഭിന്നശേഷിയുള്ള കുട്ടികളും ഇപ്പം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കഴിവ് എങ്ങനെ ഭിന്നശേഷി മേഖലയിൽ ഉപയോഗിക്കാം എന്നുള്ള സാധനമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു. ഈ ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ മാജിക് പഠിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു ആശയം മുന്നോട്ട് വെച്ചു. അന്ന് ശൈലജ ടീച്ചർ അതിന് യെസ് പറഞ്ഞു. അതൊരു വലിയൊരു സ്റ്റെപ്പായിരുന്നു. അതിനെ തുടർന്ന് 23 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടുത്തെ ഒരു 400 കുട്ടികളെ എടുക്കുന്ന സെലക്ഷൻ നടത്തിയിട്ട് 23 കുട്ടികൾ. ആ 23 കുട്ടികളെ എങ്ങനെ നടത്തി വെച്ചാൽ ഒരു സാമൂഹ്യ സുരക്ഷാ മിഷൻ ഒരു പത്രക്കുറിപ്പ് കൊടുത്തു. അതിനെ തുടർന്ന് വരുന്ന കുട്ടികളെ ഒരു സ്ക്രീനിങ് നടത്തി. അപ്പൊ അതിനുശേഷമാണ് ഈ 23 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പം അതിനുശേഷം ഇവരെ പരിശീലിപ്പിച്ചു. വന്ന് അതിപ്പോ നിങ്ങൾ മേഖലയിലുള്ള ഒരു കേട്ടുകാരും അതിനുശേഷം നമ്മളെ അനിയാത്ര പദ്ധതിയുടെ അംബാസഡേഴ്സ് ആയിട്ട് വെക്കുന്നു. അതിന് നമ്മളെ വൈസ് പ്രസിഡന്റ് വന്ന് ഒരു പ്രദർശനം കാണുന്നു. അതൊക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്തതിനു ശേഷം തുടർന്നൊരു ചോദ്യം വന്നു, ഇനി ഈ കുട്ടികളെ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഈ കുട്ടികൾക്ക് ഇനി മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം സർക്കാരിന്റെ മുമ്പിലും വന്നു. പിന്നെ ഈ മേഖലയിൽ ആദ്യം പരിശീലിപ്പിച്ച രീതിയിൽ ഗോപിനാഥ് ബുദ്ഗാഡ് സാറിനും വന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വെച്ചൊരു പ്രപ്പോസലാണ്, അതായത് ഒരു പെർമനന്റ് വേദി ഇവരുടെ പ്രദർശനം ഉണ്ടാകാൻ വേണ്ടി പെർമനന്റ് വേദി ഒരുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. അപ്പൊ അതിനെ എംപവർ എന്നുള്ള പേരിട്ടുകൊണ്ട് പെർമനന്റ് വേദി ഒരുക്കാൻ വേണ്ടി നിന്നു. പക്ഷെ ഇതൊരു പരീക്ഷണമാണ്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കുള്ള പെർമനന്റ് വേദി എന്ന് പറയുന്നത് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് എവിടെ സ്വാഭാവികമായിട്ട് അത് ഇവിടെയാണ് ചെയ്യാൻ പറ്റുക, കാരണം ആളുകൾ വരണ്ടേ, ആളുകൾ വരുന്നിടത്തല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അപ്പൊ നമ്മൾ ട്രൈ പാർട്ടിയായിട്ട് അഗ്രിമെന്റ് വെച്ചു. അതായത് സാമൂഹ്യ സുരക്ഷാ മിഷനും ഈ മാജിക് പ്ലാനറ്റും പിന്നെ അവിടുത്തെ കിൻഫ്രി എന്ന് പറഞ്ഞ ടൈപ്പ് പാർട്ടി അഗ്രിമെന്റ് വെച്ചുകൊണ്ട് ഒരു ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് ആയിട്ട് ആദ്യത്തെ സീഡ് ഫണ്ടിങ് മാത്രം സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഇന്നോവേഷൻ ഫണ്ട് എന്ന് പ്രത്യേക ശ്രദ്ധിക്കണം. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഇന്നോവേഷൻ ഫണ്ട്, അല്ലാതെ ആശ്വാസഘട്ടത്തിനല്ല, ഇന്നോവേഷൻ ഫണ്ടിനകത്ത്
ഒരു എന്താ ഈ ഒരു അത് ലാപ്സായി പോകുന്ന ഫണ്ടുകൾ മിക്കവാറും കാര്യത്തിൽ. അപ്പം ഇന്നോവേഷൻ ഫണ്ട് കൊണ്ട് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് നേരത്തെ നമ്മൾ കണ്ടെത്തിയ കുട്ടികൾക്ക് പരിശീലനം നൽകിയ കുട്ടികൾക്ക് ഒരു സ്ഥിരം വേദി കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം അതിനുവേണ്ടി ഒരു ഇനീഷ്യൽ സീഡ് ഫണ്ട് കൊടുത്തു. അത് മാത്രമാണ് സാമൂഹ്യനീതി വകുപ്പിന് അവിടത്തേക്ക് പോയ ഫണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സാമൂഹ്യനീതി വകുപ്പ് ഫണ്ട് ചെയ്യുന്ന സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷനും കൂടി ആകെ ഫണ്ട് ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ ആ എംപവർ സെന്ററിന്റെ ഇനീഷ്യൽ സ്റ്റേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. ഇനി അത് വന്നു. അതിനുശേഷം ഐക്കോൺസും പിന്നെ CDCയും ഇവരെല്ലാം അത് പഠിച്ചതിന് ശേഷം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പഠനം നടത്തിയിട്ട് കുട്ടികൾക്കകത്ത് കാര്യമായിട്ടുള്ള മാറ്റം, അതിന് സ്ട്രോങ് സയന്റിഫിക് ബേസും ഉണ്ട്. നമ്മുടെ ഗാർഡനേഴ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്റലിജൻസ് ഒക്കെ നമുക്ക് അറിയുന്നതല്ലേ. അപ്പം അങ്ങനെ വെച്ച് കുട്ടികൾ അപ്രോച്ച് ചെയ്യുന്നത് നല്ലൊരു മാർഗ്ഗമാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇത് വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇതാണ്. ആദ്യ ചർച്ചകളിൽ തന്നെ പറഞ്ഞു, സർക്കാർ ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ചെയ്യാൻ സർക്കാരിന്റെ പദ്ധതികൾക്കകത്ത് നിന്ന് ഈ സ്ഥാപനങ്ങളുടെ ഇതിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഫണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത് മുതുകാട് സാർ ആ സമയത്ത് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു സാധനം ആഗ്രഹിക്കുന്നില്ല സർക്കാരിന്റെ ഫണ്ടിലേക്ക്. കാരണം അന്ന് നമ്മൾ മറ്റേതിന് വേണ്ടി തന്നെ ടൈപ്പ് റൈറ്റിംഗ് വേണ്ടി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കുറെ ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് ഇത് സാധനം നൽകിയത്. അതായത് അന്ന് ഈ എംപവർ സെന്ററിന്റെ അകത്തുള്ള ആ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതിനും ഇന്നോവേഷൻ ഫണ്ട് കൊടുക്കുന്നതിനും ഫിനാൻസ് സെക്രട്ടറി മനോജ് ജോഷി സാറിന്റെ കീഴിൽ പലവട്ടം ചർച്ച നടത്തി. ആ ഇന്നോവേഷൻ ഫണ്ട് എങ്ങനെ അത് ഉപയോഗിക്കേണ്ടത് എല്ലാം നോക്കി അതിന്റെ ഓഡിറ്റ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി ടൈപ്പ് റൈറ്റ് അഗ്രിമെന്റ് വെച്ചു. ആ ടൈപ്പ് റൈറ്റ് അഗ്രിമെന്റിന്റെ അകത്ത് ഒരു എന്താണ് ഇതിനകത്തുള്ള ഈ എന്തൊക്കെയായിരിക്കും കണ്ടീഷൻസ് അങ്ങനെ കുറെ വെച്ച് ഓഡിറ്റിംഗ് സംവിധാനങ്ങളെല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷമാണ് അതോടെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് ഡിഫറന്റ് ആർട്സ് സെന്റർ വരുന്ന സമയത്ത് ഒന്ന് അതിന്റെ നൂലാമാലകൾ പ്രസക്തമായ കുറച്ച് ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഭിന്നശേഷി മേഖലയിലേക്ക് അനുവദിക്കപ്പെട്ട ഫണ്ടുകൾ ഈ ഒരു സ്ഥാപനം സൈഫൺ ഓഫ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മുഴുവൻ ഫണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അതാണ് കുറെ ഈ മേഖലയിലെ പലർക്കും ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് RCI റീഹാബിലിറ്റേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നേഷൻ ഇതിന്റെ അകത്തുണ്ടോ ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ളത്. അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ടാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടികളെ പ്രദർശിപ്പിക്കുന്നു, കുട്ടികളെ പ്രദർശനങ്ങൾ ഉണ്ടാവുന്നു, കുട്ടികളുടെ പ്രദർശനത്തിന്റെ മുകളിൽ അത് ഇങ്ങനെ കുട്ടികൾ പെർഫോം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അതിന് വീഡിയോ ഉണ്ടാവുന്നു, അതുണ്ടാവുന്നു, അങ്ങനത്തെ കുറെ ചോദ്യങ്ങളുണ്ട്. പിന്നെന്തെങ്കിലും ഇത് സംബന്ധിച്ചുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഈ വരുന്നവർക്ക് ഒരു അഗ്രിമെന്റ്. അതായത് ഈ ഒരു സ്ഥാപനത്തിന്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അവരുടെ കഴിവുകൾ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള വേദിയാണെന്നും ആ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ അവർക്ക് ഫെയിമും സ്ഥാപനത്തിലുള്ള ഉന്നതിയും ഇതെല്ലാം ഉണ്ടാവുമെന്നുള്ള സാധനം അതിനവർക്ക് സമ്മതമാണെന്നുള്ള സമ്മതപത്രം ഒരു ഇൻഫോംഡ് കൺസെന്റ് എഴുതി വാങ്ങിക്കുന്നുണ്ട്. എന്തിനാണ് എഴുതി വാങ്ങിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ അവരെ പ്രദർശിപ്പിക്കുന്നത്. പക്ഷെ നമുക്കൊരു കാഴ്ചപ്പാടിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഇതിപ്പം ഭിന്നശേഷി അല്ലാത്ത കുട്ടികളെ പെർഫോം ചെയ്യുന്ന ആർക്കും ഇത് ബുദ്ധിമുട്ടില്ല. ഇത് ഭിന്നശേഷിയിലെ കുട്ടികളെ പെർഫോം ചെയ്യുന്ന സാധനത്തിനകത്ത് എന്താണ് അതിനകത്ത് അതൊരു ചൂഷണമായിട്ട് തോന്നുന്നത്. അവരും പെർഫോം ചെയ്യാനല്ല നിൽക്കുന്നത്, സ്വന്തം അംഗീകാരത്തോട് പെർഫോം ചെയ്യുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ എംപ്ലോയ് ചെയ്ത അതായത് ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ ഇതിന് ശേഷം യൂണിവേഴ്സൽ എംപവർമെന്റ് സെന്റർ ഒരു വലിയ അവിടെ ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിന് എത്രയോ കോടികളാണ് അതിന്റെ കണക്കുകൾ, 10-20 കോടിയായിട്ടുണ്ടെന്ന് തോന്നുന്നു അതിന്റെ ഇത് പറയുന്നത്. അതിന്റെ അകത്ത് സർക്കാരിന്റെ ഫണ്ടിങ് ഇല്ല. അതിനകത്തും ഉണ്ട് CSRകളും മറ്റു സാധനങ്ങളെല്ലാം CSR ആവും. ഇതുവരെ ഈ മേഖലയിൽ ഇടപെടാത്ത ആൾക്കാരുടെ ഫണ്ടുകൾ അത് ഒരു ഗോപിനാഥ് മുതുകാട് എന്നുള്ള മുമ്പുള്ള ഇത് വെച്ച് അദ്ദേഹത്തിന്റെ ഈ മേഖലക്കകത്തുള്ള ഈ മേഖലയ്ക്ക് അദ്ദേഹം വരുമ്പോൾ കൂടെ വന്നിരുന്ന കുറെ ആളുകളുണ്ടല്ലോ, ഈ മേഖലയിൽ ഇതുവരെ ഇടപെടാത്ത കുറെ ആളുകൾ, അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള പെർഫോമർ എന്നുള്ള ഇപ്പം ഗോപിനാഥ് മുതുകാട് ഫേമസ് ആയത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അല്ലല്ലോ. അതായത് ഈ 45 വർഷത്തെ പെർഫോമൻസ് ഉണ്ടല്ലോ അദ്ദേഹത്തിന് പിന്നില്. അതിന്റെ ഉണ്ടാവുന്ന ആ മേഖലയിൽപ്പെട്ടവരൊക്കെ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ യൂണിവേഴ്സൽ എംപവർമെന്റ് അവര് ആശ്വാസകരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ? അവർ വേറെ സർക്കാർ പദ്ധതിക്ക് ഇൻവെസ്റ്റ് ചെയ്യുമോ? നമ്മൾ VCare എന്ന പദ്ധതി ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് ആൾക്കാർ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോപിനാഥ് മുതുകാട് വ്യക്തിയുടെ പേരിൽ അവർ വ്യക്തിപരമായ കണക്ഷൻസിന്റെ മുകളിൽ ഉണ്ടാക്കിയ സാധനത്തിന്റെ മുകളിൽ അവർ ഭിന്നശേഷി മേഖലക്കകത്ത് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണിത്. അല്ലാതെ അവർക്ക് ഭിന്നശേഷി മേഖലയോട് മാത്രമുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടല്ല ഇതിലേക്ക് ഈ സ്ഥാപനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. എന്നിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റാത്ത കുറെ സാധനങ്ങളുടെ ഫണ്ടുകൾ അതിലേക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു സാധനത്തിനെ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനെ വളരെ സാമാന്യവൽക്കരണത്തോടു കൂടി ഇതിന് ആശയന്റെ മറ്റു ഭിന്നശേഷിയുള്ള കുട്ടികളെ ആശ്വാസങ്ങളുടെ ഫണ്ടല്ല ഇതിലേക്ക് എടുത്തത്. അത് മനസ്സിലാക്കുക. അതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റ ഒരു സ്ഥലത്ത് മാത്രമാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ഫണ്ട് അതിലേക്ക് പോയത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ ഇന്നോവേഷൻ ഫണ്ടിന്റെ അകത്ത് നമ്മൾ അവിടെ ട്രെയിൻ ചെയ്യിച്ച കുട്ടികളെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് മുകളിൽ നെക്സ്റ്റ് വന്ന ഉത്തരം കണ്ടെത്താൻ വേണ്ടി ആദ്യം 2017 നടത്തിയ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ, അതും ഇന്നോവേഷൻ ഫണ്ട് എന്നല്ലാതെ വേറെ അതും കൃത്യമായ ഓഡിറ്റിംഗ് സംവിധാനത്തോടല്ലാതെ സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു ഭിന്നശേഷി കുട്ടികൾക്കും പോകുന്ന ഒരു ഫണ്ടിന്റെ 1 രൂപ പോലും അങ്ങോട്ടല്ല പോയിട്ടുള്ളത്. പിന്നെ
എന്താ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാത്ത കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചെങ്കിലും ഒരു ബജറ്റിൽ വെച്ച് കുറച്ചെങ്കിലും കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അത് ആ സ്ഥാപനത്തിന്റെ മഹത്വം തന്നെയാണ്. ഇതുവരെ ഈ മേഖല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ കോടിക്കണക്കിന് രൂപകൾ ഇതിനകത്ത് ഈ മേഖലയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ തന്നെ ഗുണം കിട്ടിയത് കുറച്ച് പേർക്കല്ല. ഈ പറഞ്ഞ 100 പേർക്കാണ്. 100 പേർക്കാണെങ്കിൽ 100 പേരിൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചെങ്കിൽ ഇത് 100 പേര് മാത്രമല്ല 10-300 പേര് കൂടാതെ തന്നെ അവരുടെ കുടുംബം അതിന്റെ ചുറ്റുപാടുകളിൽ അവർക്കാർ അങ്ങനെ എത്ര മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം വളരെ ഇതാക്കിക്കൊണ്ട് അങ്ങനെയാണ് ഇതെല്ലാം ഫണ്ട് സൈഫോൺ ഓഫ് ചെയ്ത് പോകുന്നു. ഇതിന് ഓഡിറ്റ് ഇല്ല. ഓഡിറ്റ് കൃത്യമായി സർക്കാർ ഫണ്ട് കൊടുത്തിട്ട് അതിന്റെ ഓഡിറ്റ് ഉണ്ടാവും. അതിനൊരു രീതിയുണ്ട്. അപ്പം ഇതെല്ലാം ഒരേ കണ്ണുകൊണ്ട് കാണാതെ ഒന്ന് നോക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. കൂടുതലൊന്നും പറയാനായി കുറച്ചധികം പറഞ്ഞുപോയി. കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഈ സംഭവം പറഞ്ഞ പോലെ ആളുകൾക്ക് പൈസ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പം MA യൂസഫിനെ പോലുള്ള ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് സ്വാഭാവികമായിട്ട് ആളുകൾ കല്ലെറിയാനും സ്ക്രൂട്ടിനി ചെയ്യാനും വരും. അതിനൊന്നും സംശയമൊന്നുമില്ല. അതിന് മാത്രം ഇത് ആക്ഷേപമില്ല. പിന്നെ ചിലവർ എല്ലാ കുട്ടികളും അവിടെ അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാ കുട്ടികളും അഡ്മിഷൻ കൊടുക്കാനും എന്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടില്ല മറ്റൊരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞതിന്റെ മുകളിൽ പിന്നെ അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന ബില്ലിനെ ഫൈറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഇത് ഒരു ഗോപിനാഥ് പൂതാറിന്റെ ഉത്തരവാദിത്തമല്ല ഭിന്നശേഷിയുടെ മേഖലയിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നുള്ളത്. അതിന് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അതല്ലാതെ ഇതെല്ലാം ഇതിലൂടെ മാത്രമായി ഇതാക്കണം, ഇത് അങ്ങനെ ചെയ്തില്ലോ ഇങ്ങനെ ചെയ്തില്ലോ എന്നുള്ള ഉത്തരവാദിത്തമല്ല. അവർ ചെയ്യുന്നത് ചെയ്യട്ടെ, നിങ്ങൾ ചെയ്യുന്നത് ചെയ്യൂ. അവിടെ സ്വരൂപിക്കാൻ പറ്റുന്ന ഫണ്ട് സ്വരൂപിക്കട്ടെ. അത് അനാവശ്യമായിട്ട് സൈഫൺ ഓഫ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട ഫണ്ടുകൾ എടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമുള്ളത്. അതില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി